AI കൊണ്ട് പലതരത്തിലുള്ള പ്ലസും മൈനസുകളും ഉണ്ട്. ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഇതിന് അഗനിസ്റ്റ് ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്. പക്ഷേ സ്റ്റിൽ ലൈഫ് ഹാസ് ബിക്കം ഈസി എന്ന് പറയുന്നത് ഇതിനകത്ത് യാതൊരു അതിശയോക്തിയും ഇല്ല. ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ ഒരുപക്ഷെ ഒരാളുടെ ടാലൻ്റ് ഉള്ള ഒരാളാണോ ടാലൻ്റ് ഇല്ലാത്ത ആളാണോ എന്ന് അയാളുടെ ഒരു റൈറ്റിംഗിൽ നിന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറ്റില്ല. അങ്ങനെ ചില നെഗറ്റീവ് സൈഡ് ഉണ്ട്, ഫ്ലിപ്പ് സൈഡ് ഉണ്ടെങ്കിൽ പോലും ഒരു പ്രപ്പോസൽ ഉണ്ടാക്കാനായിട്ട് നേരത്തെ ഒരുപക്ഷെ ഒരു ദിവസം എടുത്തിരുന്ന സമയത്ത് ഇന്നത് മേ ബി 2 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ആൾക്കാർ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ്. ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ സമയം ഉണ്ടാകുന്ന ഒരു കാലമാണ്. അത് വന്നു തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. പക്ഷേ ആ ട്രാൻസിഷനെ പൂർണ്ണമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനിന്ന് കാണുന്ന ഒത്തിരി ആൾക്കാർ എസ്പെഷ്യലി മാനേജറിയൽ ലെവലിൽ ആന്റർപ്രന്യേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഫ്രസ്ട്രേഷൻ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ അവരുടെ മാനേജറിയൽ ലെവലിലുള്ള ആൾക്കാരിലൊന്നും പണിയെടുക്കുന്നില്ലെന്ന് പറയുന്നത്. ഇൻഫാക്ട് അവർ പലരും പണി എടുക്കുന്നുണ്ട്. അവർ നേരത്തെ 3 മണിക്കൂർ കൊണ്ട് ചെയ്ത പണി 1 മിനിറ്റ് ചെയ്ത് തീർത്തു എന്നുള്ളതാണ് വ്യത്യാസം. അപ്പം അതുകൊണ്ട് അവിടെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. പക്ഷേ എല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി ഫ്യൂച്ചറിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് ആൾക്കാരുടെ ഇഷ്ടം പോലെ സമയം എന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് മറ്റ് ചില മേജർ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് മാറിയെന്ന് വരാം. ഇപ്പം ഐസൊലേഷൻ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതായത് ഐസൊലേറ്റഡ് ആവുന്നു, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നു, മക്കള് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ സമയം നമ്മുടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറേ ആൾക്കാരുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഒരാൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ അവരൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായേ പറ്റൂ. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് അവർക്ക് ഉണ്ടാവണം. എന്തൊന്നിൻ്റെയോ ഞാനൊരു പാർട്ടാണെന്നുള്ള ഒരു ഫീലിംഗ് 1. 2, എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി, പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് കിട്ടാവുന്ന, കണ്ടിന്യൂസ്ലി എൻഗേജ് ചെയ്യിക്കാവുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലോങ് ടേം വ്യൂയോട് കൂടി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. ഇതൊരു ഫ്രീ ടു ജോയിൻ കമ്മ്യൂണിറ്റിയാണ്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണിത്. ഇതിന്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം നമ്മളോടൊപ്പം. ഇതിനകത്ത് കുറെ ഫ്രീ സെഷൻസും കുറേ അധികം എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സും ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്.